കർത്താവായ യേശുവിൽ പ്രിയ സഹോദരങ്ങളെ, അമ്മ വഴി എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. 1945 ഓഗസ്റ്റ് 6 അന്നാണ് ആദ്യമായി ആറ്റം ബോംബ് ആക്രമണം ഹിരോഷിമയിൽ നടക്കുന്നത്. ജപ്പാനിലെ ഹിരോഷിമ നഗരത്തിൽ US നടത്തിയ ആക്രമണത്തിൽ 80,000 പേർ ഉടൻ കൊല്ലപ്പെട്ടു. ആക്രമണത്തിന്റെ ഫലമായി ഉണ്ടായ റേഡിയേഷൻ മൂലം മരിച്ചവരുടെ എണ്ണം കൂടി. പിന്നീട് മരണസംഖ്യ 130,000 ആയി നിജപ്പെടുത്തി. ആക്രമണത്തിന്റെ പ്രഭവ കേന്ദ്രത്തിന് അടുത്തുള്ള ദേവാലയത്തിൽ 4 ജസ്യൂട്ട് വൈദികരെ മാതാവ് പൊതിഞ്ഞ് സംരക്ഷിച്ചതിന്റെ സാക്ഷ്യമാണ് നികിത ബിഷപ്പ് താസിസിയോ ഇസാവോ കിളച്ചി ഹിരോഷിമ ആക്രമണത്തിന്റെ 70ാം വാർഷികത്തോട് അനുബന്ധിച്ച് പങ്കുവച്ചത്. ആക്രമണം നടത്തിയ സ്ഥലത്തിന്റെ സമീപത്തുള്ള സ്വർഗാരോപിത മാതാവിന്റെ ദേവാലയത്തിലെ റെഫക്ടറിയിലാണ് ജസ്യൂട്ട് വൈദികരായ 4 വൈദികർ ഒരുമിച്ച് താമസിച്ചിരുന്നത്. സ്ഫോടനത്തിൽ തകർന്ന ജനൽപാളിയുടെ ചില്ലുകൾ ശരീരത്തിൽ തറച്ച് ചെറിയ മുറിവുകൾ ഉണ്ടായതൊഴിച്ചാൽ മറ്റൊരു പരിക്കും ഈ വൈദികർക്ക് ഉണ്ടായിട്ടില്ല. എന്നാൽ മാരകമായ രോഗങ്ങളും അകാല മരണവും റേഡിയേഷന്റെ ഫലമായി ഇവർക്ക് സംഭവിക്കുമെന്ന് അവരെ ശുശ്രൂഷിച്ച ഡോക്ടർമാർ വിധിയെഴുതി. എന്നാൽ ആക്രമണം നടന്ന് 30 വർഷങ്ങൾക്ക് ശേഷം 1976 നടന്ന ദിവ്യകാരുണ്യ കോൺഗ്രസിൽ ഫാദർ ഫിഷർ ഇപ്രകാരം പറഞ്ഞു: ഫാത്തിമയിലെ സന്ദേശത്തിന്റെ വെളിച്ചത്തിലാണ് ഞങ്ങൾ ജീവിച്ചത്. ഒരു ദിവസം പോലും ജപമാല മുടക്കിയിട്ടില്ല. ജപമാലയിലൂടെ മാതാവ് നൽകിയ സംരക്ഷണത്തിന് മുമ്പിൽ ഡോക്ടർമാരുടെ നിഗമനം തെറ്റി. വൈദികരിൽ ആർക്കും റേഡിയേഷന്റെ തിക്തഫലം ഉണ്ടായില്ല. 200-ലധികം ശാസ്ത്രജ്ഞന്മാരാണ് ഇവരെ പരിശോധനയ്ക്കും പഠനത്തിനും വിധേയമാക്കിയത്. എല്ലാവരോടും വൈദികർക്ക് പറയുവാനുള്ളത് ഒറ്റ ഉത്തരം മാത്രം: ഞങ്ങൾ ജപമാല മുടക്കിയിരുന്നില്ല. ജപമാല പ്രാർത്ഥന ആത്മരക്ഷയ്ക്ക് എത്രമാത്രം പ്രയോജനപ്രദമാണെന്ന് 18ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശുദ്ധ ലൂയിസ് മോൺഫോർട്ട് പറയുന്നു. നിങ്ങൾ മരണം വരെയും വിശ്വസ്തതാപൂർവം ജപമാല ചൊല്ലുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, നിങ്ങളുടെ പാപങ്ങളുടെ ഗൗരവം പരിഗണിക്കാതെ മഹത്വത്തിന്റെ ഒളിമങ്ങാത്ത കിരീടം നിങ്ങൾക്ക് ലഭിക്കും. വിശുദ്ധരുടെയൊക്കെ ജീവിതം പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവർക്കൊക്കെ മാതാവിനോട് എന്തുമാത്രം ഭക്തിയുണ്ടായിരുന്നു എന്ന്. മാതാവിനെ സ്നേഹിക്കുന്നവരെല്ലാം ജപമാലയും സ്നേഹിക്കണമെന്നാണ് വാസ്തവം. വിശുദ്ധ ചാൾസ് ബൊറോമിയോ പറയുന്നു: വിശുദ്ധ കുർബാനയെന്ന ബലി കഴിഞ്ഞാൽ ഏറ്റവും ദിവ്യമായ പ്രാർത്ഥന ജപമാലയാണ്. പരിശുദ്ധ കന്യകയുടെ വലിയൊരു ഭക്തനായിരുന്ന വിശുദ്ധ അൽഫോൻസ് ലിഗോരിയുടെ ജീവിത ചരിത്രത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു സംഭവം കാണാം. ദിവസവും ധാരാളം ജപമാല അദ്ദേഹം ചൊല്ലുമായിരുന്നു. അദ്ദേഹത്തിന്റെ വാർദ്ധക്യകാലം ഒരു ദിവസം താൻ പതിവായി ചൊല്ലിക്കൊണ്ടിരുന്ന ജപമാലയുടെ എണ്ണത്തിൽ കുറവ് നേരിട്ടോ എന്ന് അദ്ദേഹത്തിന് സംശയം തോന്നി. തന്നെ സഹായിച്ചിരുന്ന സഹോദരനോട് ലിഗോരി സംശയം ചോദിച്ചു. ചൊല്ലിക്കാണുമെന്ന് ആ സഹോദരൻ മറുപടി പറഞ്ഞു. ചൊല്ലിക്കാണുമെന്നോ? എന്റെ നിത്യരക്ഷ ഇതിലാണ് അടങ്ങിയിരിക്കുന്നതെന്ന്
നിനക്ക് അറിഞ്ഞുകൂടെ? ജപമാലയുടെ ഭക്തനായിരുന്ന 13-ാം ലിയോ മാർപ്പാപ്പയാണ് ഒക്ടോബർ മാസം ജപമാലയുടെ മാസമായി പ്രഖ്യാപിക്കുകയും ജപമാല രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് മാതാവിന്റെ ലുത്തീനിയായിൽ എഴുതി ചേർക്കുകയും ചെയ്തത്. ജപമാലയെക്കുറിച്ച് 11 ചാക്രിക ലേഖനങ്ങൾ പുറപ്പെടുവിച്ച അദ്ദേഹത്തെ ജപമാലയുടെ പാപ്പ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. ജപമാല ഭക്തനായിരുന്ന വിശുദ്ധ ഡൊമിനിക്കിന് പരിശുദ്ധ അമ്മ നൽകിയ സന്ദേശം ഇതായിരുന്നു: നീ പ്രസംഗിക്കുമ്പോൾ ജപമാല ചൊല്ലാൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ നിന്റെ വാക്കുകൾ ആത്മാക്കൾക്ക് വേണ്ടി ഏറെ ഫലമണിയും. എത്ര ഉറക്കം നേരിട്ടാലും സമയം എത്ര വൈകിയാലും അനുദിന ജപമാലകൾ പൂർത്തിയാക്കാതെ ഞാൻ കിടക്കാറില്ല. വിശുദ്ധ ഫ്രാൻസിസ് സാലസിന്റെ വാക്കുകളാണിവ. ജപമാല ഭക്തി നാം ഇദ്ദേഹത്തിൽ നിന്നും പഠിക്കണം. വിശുദ്ധ സാലസ് ജനീവ രൂപതയുടെ മെത്രാനായിരുന്നു. തിരക്ക് പിടിച്ച ജീവിതക്രമമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ഒരിക്കൽ പകൽ സമയത്തെ സന്ദർശനങ്ങൾ മൂലം അദ്ദേഹം വളരെ ക്ഷീണിതനായി ഏകദേശം പാതിരാത്രിയോട് അടുത്തപ്പോഴാണ് തന്റെ അനുദിന ജപമാലയുടെ ഏതാനും ദശകങ്ങൾ ചൊല്ലിയിട്ടില്ല എന്ന് അദ്ദേഹം ഓർത്തത്. അദ്ദേഹം വളരെ ക്ഷീണിതനാണെന്ന് കണ്ട സെക്രട്ടറി ശേഷിക്കുന്ന പ്രാർത്ഥനയെല്ലാം ഇനി നാളെ ആവട്ടെ എന്ന് അഭ്യർത്ഥിച്ചു. എന്നാൽ സെക്രട്ടറിയുടെ സകല പരിശ്രമങ്ങളെയും നിഷ്ഫലമാക്കിക്കൊണ്ട് മുട്ടുകുത്തി അത് ചൊല്ലിത്തീർക്കാതെ അദ്ദേഹം ഉറങ്ങാൻ പോയില്ല. ജപമാല പ്രാർത്ഥനകൾ നടത്തുമ്പോൾ രക്ഷാകര പ്രവർത്തനങ്ങളാണ് നാം യഥാർത്ഥത്തിൽ ധ്യാനിക്കുന്നത്. നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന മറിയത്തെ സ്തുതിക്കുന്നതാണ്. എങ്കിലും അത് അന്തിമമായി പരിശുദ്ധ ത്രിത്വത്തെ മഹത്വപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. മറിയത്തിന്റെ നന്മ ദൈവം തന്നെയാണല്ലോ. ഈ പ്രാർത്ഥന എപ്രകാരമാണ് പരിശുദ്ധ ത്രിത്വത്തിന് മഹത്വമായി മാറുന്നതെന്ന് വിശുദ്ധ മോൺഫോർട്ട് വിശദീകരിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മയെ നാം ആദരിക്കുമ്പോൾ പിതാവായ ദൈവം മഹത്വപ്പെടും. കാരണം അവിടുത്തെ സൃഷ്ടികളിൽ ഏറ്റവും പൂർണ്ണമായതിനെയാണ് നാം ആദരിക്കുന്നത്. പുത്രനായ ദൈവവും മഹത്വപ്പെടും. എന്നാൽ അവിടുത്തെ പരിശുദ്ധയായ അമ്മയാണ് നാം ആദരിക്കുന്നത്. പരിശുദ്ധാത്മാവായ ദൈവവും മഹത്വപ്പെടും. കാരണം അവിടുന്ന് തന്റെ മണവാട്ടിയിൽ ചൊരിഞ്ഞ കൃപകളുടെ ആരാധനയിൽ നാം മതിമറക്കുകയാണ്. ദിനംപ്രതി ജപമാല ചൊല്ലുന്നവർ വഴിതെറ്റിപ്പോവുകയില്ല. ഇത് എന്റെ രക്തം കൊണ്ട് എഴുതി ഒപ്പിടാൻ എനിക്ക് സന്തോഷമേയുള്ളൂ. വിശുദ്ധ മോൺഫോർട്ടിന്റെ വാക്കുകളാണ് ഇവ. വിശുദ്ധരെ പോലെ ജപമാല പ്രാർത്ഥന അനുഭവമാകുമ്പോൾ അത് നമുക്ക് വിരസമാകാറില്ല. മറിച്ച് അത് നമ്മെ ആനന്ദത്തിലേക്ക് നയിക്കും. എല്ലാ പ്രശ്നങ്ങളിലും നമുക്ക് ആശ്വാസം ലഭിക്കും. സന്തോഷത്തിന്റെ വേളകളിലും ബുദ്ധിമുട്ടിന്റെ നിമിഷങ്ങളിലും ജപമാല എന്നോടൊപ്പം ഉണ്ടായിരുന്നു. എത്രയോ ഉത്കണ്ഠകളാണ് ഞാനതിൽ സമർപ്പിച്ചത്. എല്ലായ്പ്പോഴും എനിക്ക് ആശ്വാസം ലഭിക്കുകയും ചെയ്തു. ജപമാല എന്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രാർത്ഥനയാണ് എന്ന് ജോൺ പോൾ രണ്ടാമൻ പറയുന്നു. സഭാഭണ്ഡാരത്തിൽ അടങ്ങിയിട്ടുള്ള യേശുവിന്റെയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധരുടെയും പുണ്യയോഗ്യതയാലും പരിഹാര പ്രവർത്തനങ്ങളാലും ഒരു വ്യക്തിക്ക് പാപം മൂലമുള്ള ശിക്ഷയിൽ നിന്നുള്ള പൂർണ്ണമായ വിടുതലോ ഇളവോ ആണ് പൂർണ്ണ ദണ്ഡവിമോചനം. ജപമാലയിലൂടെ പൂർണ്ണമായ ദണ്ഡവിമോചനം പ്രാപിക്കാൻ
താഴെ പറയുന്ന കാര്യങ്ങൾ ചെയ്യണം. കത്തോലിക്ക ദേവാലയത്തിലോ കുടുംബത്തിലോ സന്യാസ സമൂഹത്തിലോ അല്ലെങ്കിൽ ഒരു ഭക്ത സംഘടനയിലോ ഒരു രഹസ്യം പൂർണ്ണമായും തുടർച്ചയായും ചൊല്ലണം. ഇപ്രകാരം ചൊല്ലുമ്പോൾ കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് മാർപ്പാപ്പയുടെ നിയോഗാർത്ഥം ഒരു പ്രാർത്ഥന നടത്തണം. വരപ്രസാദത്തിലായിരിക്കുകയും പാപത്തോടുള്ള താൽപര്യം ഉപേക്ഷിക്കുകയും ചെയ്യണം. പൂർണ്ണ ദണ്ഡവിമോചനം ലഭിക്കണമെന്ന് പൊതുവായ നിയോഗം ഉണ്ടായിരിക്കണം. ജപമാല പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് നൽകപ്പെട്ട ഒരു കവാടമാണ്. ക്രിസ്തുവിന്റെ അടുത്തേക്ക് പിടിച്ചു കയറാൻ ഈശോ നൽകിയ വടം. ഓരോ രഹസ്യവും ധ്യാനിക്കുകയും രക്ഷാകര സംഭവങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് സ്വർഗസ്ഥനായ പിതാവേ, നന്മ നിറഞ്ഞ മറിയമേ, പരിശുദ്ധ മറിയമേ, ക്രിസ്തുസ്തുതി, ഓ എന്റെ ഈശോയെ ചൊല്ലുമ്പോൾ സ്വർഗത്തിലേക്കുള്ള ഒരു ചുവട് നാം വെച്ചു കഴിഞ്ഞു. യേശുവിന്റെ വഴിയെ സഞ്ചരിക്കുവാൻ ഹൃദയത്തിൽ അഗ്നിയുമായി ധ്യാനിക്കുന്നവർക്ക് ആവർത്തനവും വിരസതയുമല്ല. പരിശുദ്ധ അമ്മയുടെ ജീവിതവും മാധ്യസ്ഥവും നമ്മെ സഹായിക്കുന്നതുകൊണ്ട് ജപമാലയാകുന്ന വടത്തിൽ പിടിച്ച് അമ്മയുടെ സഹായത്തോടെ യേശുവിലേക്കാണ് നാം തീർത്ഥാടനം നടത്തുന്നത്. കുരിശിൻ ചുവട്ടിൽ മറിയത്തെ നമുക്ക് അമ്മയായി യേശു നൽകി. അമ്മയ്ക്ക് മക്കളെ അവഗണിക്കുവാൻ സാധിക്കുകയില്ലല്ലോ. ഭൂമിയിൽ മാതാവ് തന്റെ മക്കൾക്കു വേണ്ടി യേശുവിനോട് മാധ്യസ്ഥം യാചിച്ചുവെങ്കിൽ അവളോട് നാം പ്രാർത്ഥിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇപ്പോഴും മരണസമയത്തും, നമ്മുടെ അമ്മ നമുക്ക് വേണ്ടി ദൈവ തിരുമുമ്പിൽ പ്രാർത്ഥിക്കുമെന്നതിൽ സംശയമില്ല. ജപമാല മുഴുവൻ ഈശോയെക്കുറിച്ചുള്ള പരിശുദ്ധ അമ്മയുടെ ഓർമ്മകളാണ്. ഓരോ ദൈവ മക്കളും ദൈവ സാന്നിധ്യ സ്മരണയിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. ജപമാല ചൊല്ലുമ്പോൾ പരിശുദ്ധ അമ്മയെപ്പോലെ കർത്താവിനെക്കുറിച്ചുള്ള ഓർമ്മകളിൽ നാം നിറയണം. നിരന്തരം ജപമാല ചൊല്ലിയാൽ ദൈവ സാന്നിധ്യ സ്മരണയിൽ നിറയും, ജീവിക്കുവാൻ കഴിയും. ഈ ദൈവികമായ ഓർമ്മയാണ് മനുഷ്യന്റെ സ്ഥിരമായ സന്തോഷത്തിന്റെ അടിസ്ഥാനം. ഫ്രാൻസിൽ ഒരു സംഘം വിദ്യാർത്ഥികൾ വിനോദയാത്രയ്ക്ക് പോവുകയായിരുന്നു. എന്നാൽ അവരോടൊപ്പം തീവണ്ടിയിൽ വൃദ്ധനായ ഒരു യാത്രക്കാരനും ഉണ്ടായിരുന്നു. യാത്ര ആരംഭിച്ച് കുറെ സമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ജപമാലയെടുത്ത് ജപിച്ചുകൊണ്ട് പ്രാർത്ഥനാ നിമഗ്നനായി. നിരീശ്വരവാദികളായിരുന്ന ചില വിദ്യാർത്ഥികൾ ആ വൃദ്ധനെ പരിഹസിച്ചുകൊണ്ട് സംഭാഷണം ആരംഭിച്ചു. ഇത് കേട്ടിട്ടും യാതൊരു ഭാവഭേദവും കൂടാതെ അദ്ദേഹം പ്രാർത്ഥന തുടർന്നുകൊണ്ടിരുന്നു. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ മതവിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ പല കാര്യങ്ങളും വിദ്യാർത്ഥികൾ അദ്ദേഹത്തോട് ചോദിച്ചു. അവയ്ക്കെല്ലാം അദ്ദേഹം ശാന്തനായി മറുപടി നൽകി. അവരുടെ സംഭാഷണം സാഹിത്യപരമായ കാര്യങ്ങളിലേക്ക് കടന്നപ്പോൾ അന്നത്തെ പ്രശസ്ത നോവലിസ്റ്റും ഫ്രഞ്ച് സാഹിത്യത്തിലെ അനിഷേധ്യ നേതാവുമായ വിക്ടർ ഹ്യൂഗോവിനെപ്പറ്റി പരാമർശിച്ചു. ഹ്യൂഗോവിനെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ താൽപര്യമുണ്ടോ എന്ന് അദ്ദേഹം വിദ്യാർത്ഥികളോട് ആരാഞ്ഞു. അവരാകട്ടെ വിക്ടർ ഹ്യൂഗോയുടെ ഗുണഗണങ്ങൾ സവിസ്കാരം പ്രതിപാദിച്ചു. യാത്ര അവസാനിച്ച് വിട ചോദിക്കുമ്പോൾ ആ മനുഷ്യൻ അവരോട് പറഞ്ഞു, വിക്ടർ ഹ്യൂഗോയെക്കുറിച്ച് ഒരു കാര്യം മാത്രം നിങ്ങൾ പറഞ്ഞില്ല. എന്താണ്? അവർ ആകാംക്ഷയോടെ ചോദിച്ചു. അദ്ദേഹം മറുപടി പറഞ്ഞു, അദ്ദേഹം ഒരു യഥാർത്ഥ മരിയ ഭക്തൻ കൂടിയാണ്. നിങ്ങൾക്കെങ്ങനെ അറിയാം? നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുകളുണ്ടോ?
വിദ്യാർത്ഥികൾ ആകാംക്ഷയോടെ അദ്ദേഹത്തോട് ചോദിച്ചു. വൃദ്ധൻ മറുപടി പറഞ്ഞു, നിങ്ങൾ പ്രകീർത്തിച്ച വിക്ടർ ഹ്യൂഗോ ഞാൻ തന്നെയാണ്. നിങ്ങളുടെ മുന്നിൽ വെച്ച് ജപമാല ജപിച്ച ഞാൻ വേറെ തെളിവ് നൽകുമോ? ആ വിശ്വസാഹിത്യകാരനോട് ക്ഷമാപണം ചെയ്തതിനു ശേഷമാണ് വിദ്യാർത്ഥികൾ അവിടെ നിന്ന് മടങ്ങിയത്. ലോകത്തിലുള്ള ഒട്ടനവധി മഹാന്മാരും ജപമാല ഭക്തരായിരുന്നു. ദൈവവചനത്തിന്റെ ശക്തിയും പരിശുദ്ധ മറിയത്തിന്റെ മാധ്യസ്ഥവും ജപമാല പ്രാർത്ഥനയിൽ നിറഞ്ഞിരുന്നു. നമുക്ക് ചുറ്റുമുള്ള ലോകത്തിൽ ജപമാല അത്ഭുതകരമായ ശക്തിയെക്കുറിച്ച് ധാരാളം സാക്ഷ്യങ്ങളുണ്ട്. നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം ഓരോ തവണ ആവർത്തിക്കുമ്പോഴും സാത്താന്റെ കോട്ടയ്ക്ക് നേരെ ഓരോ വെടിയുണ്ടകളാണ് പാഞ്ഞിച്ചെന്ന് പതിക്കുന്നത്. ജപമാല എന്ന ആയുധം ഉപയോഗിച്ച് പോരാടുന്ന പടയാളികൾ ഭൗതിക ആയുധം ഉപയോഗിച്ച് യുദ്ധം ചെയ്യുന്ന യോദ്ധാക്കളെക്കാൾ വിജയശ്രീലാളിതരായിത്തീരും. കുരിശുയുദ്ധങ്ങളെ കീഴ്പ്പെടുത്തിയ ജപമാല യൂറോപ്പിനെ മുഴുവൻ പിടിച്ചുകുലുക്കിയ സംഭവമാണ് കുരിശുയുദ്ധങ്ങൾ. ലോക ചരിത്രത്തിന്റെ ഗതി തന്നെ മാറ്റിവെക്കത്തക്ക വിധത്തിൽ തുർക്കികൾ യൂറോപ്പിലേക്ക് നീങ്ങി. യൂറോപ്പ് മുഴുവൻ കീഴടക്കുകയായിരുന്നു തുർക്കികളുടെ ലക്ഷ്യം. തുർക്കികൾ ക്രിസ്ത്യ യൂറോപ്പിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്ന ഘട്ടത്തിലെത്തിയപ്പോൾ ലോകം മുഴുവനിലുമുള്ള ക്രിസ്ത്യാനികൾ തീഷ്ണതയോടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ 5-ാം പിയൂസ് മാർപ്പാപ്പ ആവശ്യപ്പെട്ടു. ക്രിസ്ത്യൻ നാവികപ്പട ഭക്തിപൂർവം ജപമാല ചൊല്ലി മാർപ്പാപ്പയുടെ ആശീർവാദവും സ്വീകരിച്ച ശേഷമാണ് ലെപ്പാൻഡോ കടലിടുക്കിലേക്ക് തുർക്കികളെ നേരിടാനായി യുദ്ധത്തിന് നീങ്ങിയത്. ഘോരയുദ്ധം നടക്കുമ്പോൾ തുർക്കികൾക്കെതിരെ അതിശക്തമായ കൊടുങ്കാറ്റടിക്കുകയും തുർക്കികൾ നിശേഷം പരാജയപ്പെടുകയും അങ്ങനെ അവരുടെ മെഡിറ്ററേനിയൻ കടൽ വഴിയുള്ള ശക്തി എന്നേക്കുമായി ശിഥിലമാവുകയും ചെയ്തു. ക്രൈസ്തവ സഭയെ തന്നെ ഭൂമുഖത്തു നിന്നും തുടച്ചു നീക്കുവാൻ അന്ധകാര ശക്തിയിൽ നടത്തിയ പല പരിശ്രമങ്ങളിലും ജപമാല രാജ്ഞിയുടെ മാധ്യസ്ഥം ക്രിസ്ത്യാനികൾക്ക് സംരക്ഷണമായിട്ടുണ്ട്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുവാനും അമ്മയുടെ സംരക്ഷണം ലഭിക്കുവാനും നമ്മൾ ശ്രമിക്കുന്നു. ജപമാല പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ചും ആവശ്യകതയെക്കുറിച്ചും പല സഭാപിതാക്കന്മാരും കാലാകാലങ്ങളിൽ സഭയെ ഉദ്ബോധിപ്പിച്ചിട്ടുണ്ട്. 11-ാം പിയൂസ് മാർപ്പാപ്പ ഇപ്രകാരമാണ് പറയുന്നത്: ദൈവദ്രോഹികളെയും മതവിദ്വേഷികളെയും ജയിക്കുന്നതിനുള്ള ശക്തിയേറിയ ഒരു സമരായുധമാണ് ജപമാല. അത് എല്ലാ മനുഷ്യ ഹൃദയങ്ങളിലും സുവിശേഷ സുഹൃതങ്ങൾ തഴച്ചു വളരുന്നതിന് ഉത്തേജനം നൽകുകയും ചെയ്യുന്നു. വിശുദ്ധ രഹസ്യങ്ങളുടെ ധ്യാനം മൂലം അത് വിശ്വാസത്തെ പരിപോഷിപ്പിക്കുകയും ദൈവാവിഷ്കൃത സത്യങ്ങളിലേക്ക് മനുഷ്യ മനസ്സുകളെ ഉയർത്തുകയും ചെയ്യുന്നു. ഇതാ നമ്മളെ ഓരോരുത്തരെയും പരിശുദ്ധമ്മ ജപമാലയിലൂടെ ഉയർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ജപമാല ചൊല്ലി നമ്മുടെ രക്ഷയിലേക്ക് നമുക്ക് കടന്നുവരാം. തിരുമുഖ ദർശന ധ്യാനം നടത്തി കർത്താവായ ഈശോയെ ജപമാലയിലൂടെ സ്വന്തമാക്കാം. അതിനുള്ള കൃപ നമുക്ക് പരിശുദ്ധമ്മ നൽകി നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.
കുഞ്ഞാടേ ആത്മനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനെ ജീവനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവകുഞ്ഞാടേ ആത്മനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനെ ജീവനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയാ 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 ആമേൻ. ഹല്ലേലൂയാ 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 ആമേൻ. സ്നേഹനാഥനെ സൗഖ്യദായകനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ശാന്തിദായകനെ സ്നേഹരൂപനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. സ്നേഹനാഥനെ സൗഖ്യദായകനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ശാന്തിദായകനെ സ്നേഹരൂപനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയാ 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 ആമേൻ. 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 കരങ്ങൾ ഉയർത്തിക്കൊണ്ട് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, നന്ദി കർത്താവേ, സ്തോത്രം കർത്താവേ, കർത്താവേ അങ്ങേക്ക് മഹത്വം, അങ്ങേക്ക് ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ നന്ദി, നന്ദി ദൈവമേ, സ്തോത്രം ദൈവമേ, സ്തോത്രം കർത്താവേ, കർത്താവേ അങ്ങേക്ക് മഹത്വവും അങ്ങേക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, നന്ദി കർത്താവേ, സ്തോത്രം കർത്താവേ, അങ്ങേക്ക് സ്തോത്രം ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങളുടെ രക്ഷകനായ ഈശോയെ എന്നെന്നും അങ്ങേക്ക് സ്തോത്രം ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 122 സങ്കീർത്തനം. കർത്താവിന്റെ ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. ജെറുസലമേ, ഇതാ ഞങ്ങൾ നിന്റെ കവാടത്തിനുള്ളിൽ എത്തിയിരിക്കുന്നു. നന്നായി പണിതുണക്കിയ നഗരമാണ് ജെറുസലം. അതിലേക്ക് ഗോത്രങ്ങൾ വരുന്നു. കർത്താവിന്റെ ഗോത്രങ്ങൾ ഇസ്രായേലിനോട് കൽപ്പിച്ചതുപോലെ കർത്താവിന്റെ നാമത്തിന് കൃതജ്ഞതയർപ്പിക്കാൻ അവർ വരുന്നു. എന്റെ ഈശോയെ, ഈ നിമിഷത്തില് ഞങ്ങളെല്ലാവരും കൂടെ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഞങ്ങൾ അങ്ങേ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചുകൊണ്ട് അങ്ങ് ഞങ്ങളെല്ലാം ആകുന്നു എന്ന് പ്രഖ്യാപിക്കുന്നു. കർത്താവേ,
ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഞങ്ങളെപ്പോഴും അങ്ങയുടെ കരുണാവലയത്തില് നിലനിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷത്തില് ഞങ്ങളെ ഓരോരുത്തരെയും സ്പർശിച്ച് അങ്ങയുടെ ആത്മാവിനെ കൊണ്ട് നിറച്ച് ആത്മാവിന്റെ ചൈതന്യത്തിൽ നിറഞ്ഞുകൊണ്ടുള്ള ഒരു ജീവിതത്തിലേക്ക് ഞങ്ങൾ കടന്നു വരട്ടെ. എന്റെ ഈശോയെ, അങ്ങയുടെ അമ്മയെ മാതൃകയായി സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ ജീവിക്കുന്നവരായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്നുകൂടെ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയാണ്. യേശുവേ സ്തോത്രം, സ്തോത്രം. കർത്താവേ, കർത്താവേ, അങ്ങേക്ക് മഹത്വം, അങ്ങേക്ക് ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, നന്ദി കർത്താവേ, സ്തോത്രം കർത്താവേ. കർത്താവേ, അങ്ങേക്ക് മഹത്വം, അങ്ങേക്ക് ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, നന്ദി കർത്താവേ, സ്തോത്രം കർത്താവേ. കർത്താവേ, അങ്ങേക്ക് മഹത്വം, അങ്ങേക്ക് ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് സന്തോഷത്തോടെ ഒരു സ്തുതിപ്പിന്റെ പാട്ടിലേക്ക് കടന്നു വരാം. നമുക്ക് കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കാം ഈ പാട്ടിലൂടെ. സ്തുതിസ്തുതിയൻ മനമേ, സ്തുതികളിലുന്നതനേ, നാഥൻ നാൾ തോറും ചെയ്ത നന്മകളെ ഓർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. സ്തുതിസ്തുതിയൻ മനമേ, സ്തുതികളിലുന്നതനേ, നാഥൻ നാൾ തോറും ചെയ്ത നന്മകളെ ഓർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. സ്തുതിസ്തുതിയൻ മനമേ. അമ്മയെപ്പോലെ നാഥൻ താലോലിച്ചണച്ചിടുന്നു, അമ്മയെപ്പോലെ നാഥൻ താലോലിച്ചണച്ചിടുന്നു. സമാധാനമായി കിടന്നുറങ്ങാം തന്റെ മാവിൽ ദിനം ദിനമാ, തന്റെ മാവിൽ ദിനം ദിനമാ. സമാധാനമായി കിടന്നുറങ്ങാം തന്റെ മാവിൽ ദിനം ദിനമാ, തന്റെ മാവിൽ ദിനം ദിനമാ. കർത്താവായ ഈശോയെ, അങ്ങേക്ക് സ്തോത്രമുണ്ടായിരിക്കട്ടെ. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അങ്ങ് ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. ഏറെ ആഗ്രഹങ്ങളാൽ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഈ ജനം അനുഗ്രഹിക്കപ്പെട്ട ജനമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും മോചനം നൽകി ഈ മക്കളെ ഓരോരുത്തരെയും വിശുദ്ധിയിലേക്ക് കടത്തിക്കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ഹിതപ്രകാരം ജീവിക്കുവാനായിട്ടുള്ള അനുഗ്രഹം ഈ മക്കൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. ഈ മക്കളുടെ മനസ്സിൽ ഏതെങ്കിലും വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾക്കെല്ലാം മോചനം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്നേഹത്തിന്റെ ദൈവമേ, അങ്ങേക്ക് സ്തോത്രമുണ്ടായിരിക്കട്ടെ. ഈ മക്കളുടെ ശരീരത്തിൽ ഏതെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ ആ രോഗങ്ങളെല്ലാം മാറിപ്പോകട്ടെ. അങ്ങയുടെ സൗഖ്യം ഈ മക്കൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്നുകൂടെ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് കർത്താവിനെ സ്തുതിക്കാം. യേശുവേ സ്തോത്രം, സ്തോത്രം കർത്താവേ. കർത്താവേ, അങ്ങേക്ക് മഹത്വം, അങ്ങേക്ക് ആരാധന. Hallelujah, hallelujah.
ൂതന്മാരുടെ രാജാവായ നസ്രായന്ന ഈശോയേ, ഇടിയിൽ നിന്നും മിന്നലിൽ നിന്നും ഭീകരമാം കാറ്റിൽ നിന്നും പെട്ടെന്നുള്ള മൃതിയിൽ നിന്നും ഞങ്ങളെ എന്നും രക്ഷിക്കാം. പെട്ടെന്നുള്ള മൃതിയിൽ നിന്നും ഞങ്ങളെ എന്നും രക്ഷിക്കാം. പ്രിയപ്പെട്ടവരെ, ആലപ്പുഴ പറവൂർ IMS ധ്യാനഭവനിൽ ആഴ്ചകൾ തോറും ധ്യാനങ്ങൾ നടക്കും. ആലപ്പുഴയിൽ നിന്നും കൊല്ലം റൂട്ടിൽ നാഷണൽ ഹൈവേയിൽ 7 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് IMS ധ്യാനഭവനിൽ എത്തിച്ചേരാം. അവിടെ വന്ന് നിങ്ങൾക്കേവർക്കും ധ്യാനങ്ങൾ സംബന്ധിക്കാം. IMS അമ്മയോട് പ്രാർത്ഥിക്കുവാനായിട്ട് അനേകര് IMS ധ്യാനഭവനത്തിൽ കടന്നുവരുന്നു. IMS അമ്മയിൽ നിന്ന് നിങ്ങൾക്ക് ഏറെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കാം. നിങ്ങൾക്കും IMSലേക്ക് വരാം. സ്വാഗതം.